വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് 19ാം വാർഷികത്തിലെ കമ്പനിയുടെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാലി സാർ ഒരു അപ്ഡേഷൻ നമ്മുടെ സക്സസ് പ്ലാനിലും കൊണ്ടുവന്നു. ഈ ഒരു സക്സസ് പ്ലാനിലെ അപ്ഡേഷൻ കൊണ്ട് 60% പേ ഔട്ട് ഉണ്ടായത് അത് നേരിട്ട് 65% ഇൻക്രീസ് ചെയ്യുകയുണ്ടായി. സക്സസ് പ്ലാനിലെ അപ്ഡേഷൻ പ്രകാരം 9 തരം വരുമാനം ഇതൊക്കെയാണ്. അതിലാദ്യത്തത് സേവിങ്സ് ഓൺ കൺസംഷൻ. 10 മുതൽ 20% വരെയാണ് സേവിങ്സ് ഓൺ കൺസംഷൻ. ഒരു ഡിസ്ട്രിബ്യൂട്ടർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 10 മുതൽ 20% വരെ MRPയിൽ നിന്നും അവർക്ക് ലാഭം കിട്ടും. രണ്ടാമത്തേത് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. 5% മുതൽ 16% വരെയാണ് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. അതിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് 1 PV മുതൽ 599 PV വരെ 5%, 600 PV മുതൽ 2399 PV വരെ 8%, 2400 PV മുതൽ 5499 PV വരെ 12%, 5500 അതിൻ്റെ മുകളിലോട്ടും 16%ആയിട്ടാണ് കമ്പനി ഇപ്പോൾ പെർഫോമൻസ് ബോണസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഒരു രാത്രി കൊണ്ട് 10% ഉണ്ടായ വ്യക്തി നേരിട്ട് 12% ആവുകയും 11% ഉണ്ടായ വ്യക്തി 16% ആവുകയാണ് ചെയ്തത്. ഈ ഒരു അപ്ഡേഷനിലോടുകൂടി പെർഫോമൻസ് ബോണസും ഓരോ ഡിസ്ട്രിബ്യൂട്ടറിനും ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ പെർഫോമൻസ് ബോണസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈനാണോ അവരുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രക്ചർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തേത് ഡയറക്ടർ ബോണസ്. ഡയറക്ടർ ബോണസ് 15% വർദ്ധിപ്പിക്കുകയുണ്ടായി. കമ്പനിയുടെ ഓരോ മാസത്തെ PVയിൽ നിന്നും 15% കമ്പനി ഡയറക്ടർ ബോണസിലേക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് പോയിന്റ് ഷെയറിംഗ് സിസ്റ്റം പ്രകാരം ബ്രോൺസ് ഡയറക്ടർ ലെവൽ മുതൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ലെവൽ വരെ ക്വാളിഫൈ ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും ഈ ഡയറക്ടർ ബോണസ് ലഭിക്കുന്നതാണ്. ഡയറക്ടർ ബോണസിന്റെ ക്വാളിഫൈങ് കണ്ടീഷൻസ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. ഇനി നാലാമത്തെ വരുമാനം ടീം ബിൽഡിംഗ് ബോണസ്. ടീം ബിൽഡിംഗ് ബോണസ് 3% കമ്പനി അലോക്കേറ്റ് ഉള്ളത്. അത് ബ്രോൺസ് ഡയറക്ടർ, സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ എന്നീ ലെവലിലുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ക്വാളിഫയിങ് കണ്ടീഷൻസ് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തേത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വരുമാനം തന്നെയാണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്. മാനേജ്മെന്റ് ഈ ഒരു ബോണസ് 18% വർദ്ധിപ്പിക്കുകയുണ്ടായി. കമ്പനിയുടെ മന്ത്ലി PVയിൽ നിന്നും 18% അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ഷെയറിംഗ് സിസ്റ്റം പ്രകാരം ക്വാളിഫൈ ചെയ്യുന്ന സിൽവർ ഡയറക്ടർ മുതൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ലെവൽ വരെയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും ഇത് ലഭിക്കുന്നതാണ്. ഇതിന്റെ ക്വാളിഫയിങ് കണ്ടീഷൻസ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ്, ഇനി LOB ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഡയറക്ടറും അപ്ലൈൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അപ്ലൈൻ ഗ്യാരണ്ടി ഇനി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഓരോ ഡയറക്ടേഴ്സും ക്വാളിഫൈ ചെയ്യുന്ന ഓരോ ഡയറക്ടേഴ്സിനും വരുമാനം ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഹാപ്പി ന്യൂസ്, നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഈ അപ്ലൈൻ ഗ്യാരണ്ടി കമ്പനി നേരിട്ട് കൊടുക്കുന്നതാണ്. സോ മാനേജ്മെന്റ് ചെയ്ത ഈ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ബെനിഫിഷ്യൽ തന്നെയാണ്. ഇനി സെയിം ലെവലിലാണെങ്കിലോ LOB 1+4 ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഇനി ആറാമത്തെ വരുമാനം വെസ്റ്റീജ് ട്രാവൽ ഫണ്ട്. 3% കമ്പനി ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് നേരത്തെ ഗോൾഡ് ഡയറക്ടർ മുതൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു വെസ്റ്റീജ് ട്രാവൽ ഫണ്ട് ഇനി മുതൽ സിൽവർ ഡയറക്ടർ മുതൽ ലഭിക്കുന്നതാണ്. ഏഴാമത്തെ വരുമാനം വെസ്റ്റീജ് കാർ ഫണ്ട്. അത് 5% കമ്പനി അലോക്കേറ്റ് ഉള്ളത്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാർ ഡയറക്ടർ ആവുകയും ആ മാസം മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് 2 മാസം കൂടി, അതായത് 3 മാസം തുടർച്ചയായിട്ട് സ്റ്റാർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ കാർ ഫണ്ട് അവർക്ക് ജീവിതകാലം മുഴുവനും ലഭിക്കുന്നതാണ്. 80,000 രൂപയാണ് ഒരു മാസം കാർ ഫണ്ടിലൂടെ ഒരു സ്റ്റാർ ഡയറക്ടറിന് മാക്സിമം ആയിട്ട് ലഭിക്കുന്നത്. ഇനി എട്ടാമത്തെ വരുമാനം വെസ്റ്റീജ് ഹൗസ് ഫണ്ട്. അത് 3% കമ്പനി അലോക്കേറ്റഡ് ഉള്ളത്. ഒരു ക്രൗൺ ഡയറക്ടർ 3 മാസം തുടർച്ചയായിട്ട് ക്രൗൺ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വെസ്റ്റീജ് ഹൗസ് ഫണ്ട് 3% ജീവിതകാലം മുഴുവനും ലഭിക്കുന്നതാണ്. ഇത് ഒരു മാസം മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് ഒരു ക്രൗൺ ഡയറക്ടറിന് ലഭിക്കുന്നത്. ഇനി 9ാമത്തെ വരുമാനം എലൈറ്റ് ക്ലബ് ബോണസ്. മാനേജ്മെന്റ് 2% എലൈറ്റ് ക്ലബ് ബോണസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഡബിൾ ക്രൗൺ ഡയറക്ടർ, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നീ ലെവലിൽ ക്വാളിഫൈ ചെയ്യുന്ന ഡയറക്ടേഴ്സിനാണ് എലൈറ്റ് ക്ലബ് ബോണസ് ലഭിക്കുന്നത്. മാക്സിമം 20 ലക്ഷം രൂപ വരെയാണ് ഒരു മാസം ലഭിക്കുന്നത്. അതിൻ്റെ ക്വാളിഫയിങ് കണ്ടീഷൻസ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. ഇനി മറ്റൊരു വേയും കൂടി, അതായത് ഓൾട്ടർനേറ്റീവ് വേയും കൂടി ഈ ഒരു ആനിവേഴ്സറിയിൽ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഓൾട്ടർനേറ്റീവ് വേ ഇതാണ്.
അതായത് നേരത്തെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ 8 ഡയറക്ടർ ഗ്രൂപ്പ് വെച്ചിട്ടും ഡബിൾ ക്രൗൺ ഡയറക്ടർ 12 ഡയറക്ടർ ഗ്രൂപ്പ് വെച്ചിട്ടും ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ 16 ഡയറക്ടർ ഗ്രൂപ്പ് വെച്ചിട്ടുമായിരുന്നു ക്വാളിഫൈ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ വെറും 6 ഡയറക്ടർ ഗ്രൂപ്പ് വെച്ചിട്ടും ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്വാളിഫയിങ് കണ്ടീഷൻസ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. നേരത്തേതുപോലെ തന്നെ 20 ലക്ഷം രൂപ വരെയാണ് മാക്സിമം ഒരു ക്വാളിഫൈ ചെയ്യുന്ന യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഡബിൾ ക്രൗൺ ഡയറക്ടറിനും ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറിനും എലൈറ്റ് ക്ലബ് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. സോ ഇതൊക്കെയാണ് 9 തരം വരുമാനം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തീർച്ചയായിട്ടും ഈ ചാനൽ. താങ്ക് യു.